ഹായ്, നിങ്ങൾ ലേസർ വെച്ചുള്ള മൈക്രോസ്കോപ്പ് കണ്ടല്ലോ. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു തുള്ളി വെള്ളത്തിലേക്ക് ലേസർ അടിച്ചിട്ട് നമുക്ക് ഒരു ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാവുന്ന ഒരു തരത്തിലുള്ള ലേസറാണ്. അത്യാവശ്യത്തിന് ഇരുട്ടുള്ള ഒരു റൂമിൽ ഒരു ചുമരിൽ നിന്നൊരു 1/2 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പേന ഒരു പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം. പിന്നെ നമ്മളുടെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം കളക്ട് ചെയ്യാം. കലങ്ങിയ വെള്ളമൊന്നുമല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേണം. അതിലാണ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുക. എന്നിട്ട് ആ പേനയുടെ അടിഭാഗത്ത് ഒരു തുള്ളി വെള്ളം ഇറ്റിച്ച് നിർത്തുക. ബൾബ് പോലെ നിൽക്കുന്ന ഒരു വെള്ളത്തുള്ളിലേക്കാണ് നമ്മൾ ലേസർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചുമരിൽ ഇതുപോലെ കുറേ സാധനങ്ങൾ കാണാം. ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു സിറിഞ്ച് വെച്ച് ചെയ്താൽ മതി. സിറിഞ്ചിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കി അതിലേക്ക് ലേസർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇതിൽ കാണുന്ന എല്ലാം ജീവികളാണെന്ന് ഉറപ്പൊന്നുമില്ല. ചിലത് സസ്യങ്ങളാവാം, ചിലത് പൊടിപടലങ്ങളാവാം, ചിലപ്പോൾ ആൽഗകൾ ഉണ്ടാവാം, ചില ജീവികൾ ഓടി നടക്കുന്നത് കാണാം, ചിലപ്പോൾ അനങ്ങാതെ നിൽക്കുന്നതും ജന്തുക്കളാവാം. ചെറിയൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തുള്ളി തിരിയും. ഒന്ന് ഊതി നോക്കിയാൽ മതി. ഫിഷ് ടാങ്കിലെ വെള്ളം എടുത്ത് നോക്കുകയാണെങ്കിൽ വട്ടം തിരിഞ്ഞ് പോകുന്ന ജീവികളും ഓടി നടക്കുന്നതും ചാടി കളിക്കുന്നതും അങ്ങനെ പലതരത്തിലുള്ള ജീവികളെ കാണാം. നമുക്ക് ഏത് നിറത്തിലുള്ള ലേസറും ഇതിന് ഉപയോഗിക്കാം. ഇതിൽ കാണുന്ന ജീവികൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഏത് ജീവിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഫോക്കസ് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിലാവില്ല. പിന്നെ വട്ടത്തിൽ കുറേ സാധനങ്ങൾ കാണുന്നില്ലേ, അതിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൈറ്റ് റിങ്ങുകൾ കാണാം. അത് ശരിക്കും ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഈ ചെറിയ വസ്തുക്കളുടെ എഡ്ജിൽ വെച്ച് ലൈറ്റ് ബെൻഡ് ആവണ ഒരു പ്രവർത്തനമാണ് ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ലേസർ സംഘടിപ്പിച്ച് ഒരു തുള്ളി വെള്ളം ഫിഷ് ടാങ്കിലോ അല്ലെങ്കിൽ പൈപ്പിലൊക്കെ വെള്ളം കുടിക്കുന്ന വെള്ളമായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൽ കാണുന്ന നല്ല രസകരമായിട്ടുള്ള ജീവികളുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നോളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള വേറൊരു മൈക്രോസ്കോപ്പാണ്. കടലാസ് കൊണ്ട് മടക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഫോൾഡോസ്കോപ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വിശുപാലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.